ലാൽസറാം മോഹൻലാൽ നായകനായി എത്തിയ തുടരും 12ാം ദിനത്തിലും റെക്കോർഡുകൾ തൂക്കി മുന്നോട്ട് പോകുന്നു. 11ാം ദിനം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ചരിത്രപരമായി 5 കോടിക്ക് മുകളിലാണ്. തുടർച്ചയായി 11 ദിനങ്ങളിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടുന്നത് 5 കോടിക്ക് മുകളിലാണ്. 12ാം ദിനത്തിലും സിനിമ 5 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. പ്രീസെയിലായി 12ാം ദിവസം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 2,19,00,000 രൂപയാണ്. ഇത് എറണാകുളത്തെ മറ്റൊരു പ്രമുഖ തിയേറ്ററിൽ നിന്നുള്ള ഇന്നലെ നൈറ്റിലെ തിരക്കാണ്. അത് നിങ്ങൾക്കൊന്ന് കാണാം. അതിനിടയിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ചെയ്യുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5,25,00,000 നേടിയ സിനിമ ഓവർസീസിൽ നിന്ന് നേടിയതും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയതുമൊക്കെ ആയിട്ടുള്ള കളക്ഷൻ വരാം. 11ാം ദിനം സിനിമ നേടിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5,25,00,000 രൂപയാണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 50 ലക്ഷം രൂപയോളം സിനിമ നേടി എന്നുള്ളതാണ് തിങ്കളാഴ്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 210K, അതായത് 1,75,00,000 രൂപയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. മൊത്തം 11ാം ദിനം വേൾഡ് വൈഡായിട്ട് സിനിമ നേടിയതായി പറയപ്പെടുന്നത് 7,50,00,000 രൂപയോളമാണ്. ഇതിനോടകം തന്നെ 11 ദിനം കൊണ്ട് സിനിമ നേടിയത് 166 കോടിയോളം എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 10 ദിവസം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു 159 കോടി 10 ലക്ഷം രൂപയാണെങ്കിൽ സിനിമ 11ാം ദിനവും മികച്ച രീതിയിൽ തന്നെയാണ് കളക്ഷൻ തൂക്കുന്നത്. ഇനിയും 10ാം ദിനത്തിലെ ആ ഒരു നമുക്കൊരു ഡിവിഷൻ ഒന്ന് പറയാം. കേരളത്തിൽ നിന്ന് മാത്രമായി 66 കോടി 10 ലക്ഷം രൂപയാണ് 10ാം ദിനം നേടിയ സിനിമ. കർണാടകയിൽ നിന്ന് 6 കോടിയോളം രൂപയാണ് നേടിയത്. തമിഴ്നാട്ടിൽ നിന്ന് 3 കോടി 30 ലക്ഷം രൂപയും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്ന് 1,90,00,000 രൂപയും നേടിയ സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 3.5 കോടിയോളം നേടി. അങ്ങനെ ഇന്ത്യ ടോട്ടൽ 10 ദിവസം കൊണ്ട് സിനിമ നേടിയത് 80,80,00,000 രൂപയാണ്. ഇനി GCC അവിടെ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞ $5.8 മില്യൺ, USA കാനഡയിൽ നിന്ന് 1.35 മില്യനും, UK അയർലൻഡിൽ നിന്ന് 1.05 മില്യൺ, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് $558K, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $445K സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ മൊത്തം സിനിമ 159.10 കോടിയാണ് നേടിയത്. ഇന്നലെ ഒരു വർക്കിംഗ് ഡേ ആണ്. 2ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും സിനിമ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. അങ്ങനെ സിനിമ അങ്ങനെ കുതിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടുകളിൽ വരുന്നത്. അതായത് സിനിമയ്ക്ക് ഇന്നലെയും 7.5 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നത്. ഇനി നമുക്ക് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 2,19,00,000 രൂപ കിട്ടിയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് 180ഓളം ഷോകളിൽ നിന്ന് 12,000-ഓളം ടിക്കറ്റുകൾ എടുത്തപ്പോൾ 21 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടി, 22% ഓക്യുപ്പൻസി. കൊല്ലത്ത് 96 ഷോകളിൽ നിന്ന് 11,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 17,88,000 രൂപയോളമാണ് വന്നത്, 40% ഓക്യുപ്പൻസി. പത്തനംതിട്ട 37 ഷോകളിൽ നിന്ന് 3,600 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 5,83,000 രൂപ വന്നു, 41% ഓക്യുപ്പൻസി. ആലപ്പുഴ 85 ഷോകളിൽ നിന്ന് 10,654ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 16,66,000 രൂപയോളം വന്നു, 42% ഓക്യുപ്പൻസിയിലായിട്ട്. കോട്ടയത്ത് നമുക്ക് 79 ഷോകളാണ്, 10,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്ന് 43% ഓക്യുപ്പൻസി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടുക്കിയിൽ 34 ഷോകൾ, 3,300-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 5,21,000 രൂപയോളം ഗ്രോസായി വന്നു, 36% ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. എറണാകുളത്ത് 276ഓളം ഷോകൾ, 22,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 42 ലക്ഷം രൂപയാണ് വന്നത്, 33% ഓക്യുപ്പൻസി. തൃശ്ശൂർ 198 ഷോകൾ, 14,600-ന് മുകളിലുള്ള അഡ്മിറ്റുകൾ, 21,43,000 രൂപയാണ് വന്നത്, 23% ഓക്യുപ്പൻസി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലക്കാട് 96 ഷോകളിൽ നിന്ന് 9,000-ന് മുകളിൽ ആളുകൾ എടുത്തപ്പോൾ 12,65,000 വന്നു, 29% ഓക്യുപ്പൻസി. മലപ്പുറത്ത് 127 ഷോകൾ, 9,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 11,64,000 രൂപയോളം വന്നു, 26% ഓക്യുപ്പൻസി. കോഴിക്കോട് 159ഓളം ഷോകൾ, 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 23,71,000 രൂപയോളം വന്നു, 41% ഓക്യുപ്പൻസി. വയനാട് 32 ഷോകൾ, 2,800-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 3,84,000-ഓളമാണ് ഗ്രോസായി വന്നത്, 45% ഓക്യുപ്പൻസി. കണ്ണൂർ 121ഓളം ഷോകളിൽ നിന്ന് 12,300-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 17,63,000 രൂപയോളമാണ് വന്നത്, 43% ഓക്യുപ്പൻസി. ഇനി കാസർഗോഡ് 30 ഷോകളിൽ നിന്ന് 2,663 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,97,000 രൂപയോളം വന്നു, 37% ഓക്യുപ്പൻസി.
ആകെ 1550ഓളം ഷോകൾ 1,40,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 2,18,97,000 രൂപയാണ് ഗ്രോസായി വന്നത്. 33% ഒക്യുപ്പൻസി. ഇന്നും സിനിമ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും റെഡ് അലേർട്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ചരിത്രം കുറിക്കുന്നു ഈ സിനിമ എന്ന് തന്നെ പറയാം. ഇതുവരെ മലയാളത്തിൽ ഇത്രത്തോളം ഗംഭീരമായി തിരക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ രീതിയിൽ കളക്ഷൻ വരുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് മോർണിംഗ് ഷോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അത് അവസരം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽ സലാം.